ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ലെഷർ സ്റ്റേക്കേഷനായിട്ട് പോവാണ് കേട്ടോ. ഇവിടെ മാൾട്ടയിൽ തന്നെ മെലീഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഉച്ചയ്ക്കാണ് കേട്ടോ റൂമിൽ നിന്ന് ഇറങ്ങിയത്. 3 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്യേണ്ടത്. നമ്മളുടെ റൂമിൽ നിന്ന് 1 അവർ ഡ്രൈവ് ഉണ്ട്. പോകുന്ന ഈ റോഡെല്ലാം അടിപൊളിയാണ്, നല്ല സ്ഥലമാണിത് കാണാൻ. ഹോട്ടൽ സന്താനയിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തത്. നമ്മൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തത്. നല്ല ഹോട്ടലാണ് കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. നമ്മൾ 1 ഇയറായി നാട്ടിൽ നിന്ന് വന്നിട്ട്, പിന്നെ നാട്ടിലേക്ക് വെക്കേഷനൊന്നും പോയിട്ടില്ല. അപ്പോൾ ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഇവിടെ 2 ദിവസത്തേക്ക് ബുക്ക് ചെയ്തതാണ് റൂം. നമ്മളിവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്ത്, പക്ഷേ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത റൂം കണ്ടപ്പോൾ ചെറിയ റൂമായിരുന്നു. അങ്ങനെ നമ്മൾ റൂമൊന്ന് മാറ്റി പിടിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു റൂമാക്കി. പിന്നെ മിഷേലിന് ചെറുതായിട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഇതാണ് കേട്ടോ ഗൈസ് നമ്മളുടെ റൂം. നല്ല റൂമായിരുന്നു. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. പിന്നെ ഒരു വലിയ ബാൽക്കണി ഉണ്ടായിരുന്നു. നല്ല റൂമാണ്. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയൊരു ചേഞ്ചിന് വേണ്ടി ഇങ്ങനെ 1-2 ദിവസം വന്ന് നിൽക്കാൻ നല്ലതാണ്. ഈ റൂമിന് ഒരു ദിവസം 80 യൂറോ സംതിങ് ആയിരുന്നു. ഇതിൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. അങ്ങനെ ഇതാണ് കേട്ടോ റൂം. നമ്മൾ നല്ല ടയേർഡായിരുന്നു. കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു, മാൻഡേറ്ററി മിറർ സെൽഫി എടുത്തു. പിന്നെ ജോയുടെ ബർത്ത്ഡേ ആണ് April 3. അങ്ങനെ ഇന്ന് രാവിലെ ഞാനും മിഷേലും കൂടി പോയി ഒരു ഗിഫ്റ്റ് മേടിച്ചായിരുന്നു. വേറെ ഒന്നുമല്ല, ഡ്രസ്സാണ്. അപ്പോൾ അത് മിഷേലിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ് കേട്ടോ. ജോന് യാതൊരു ഐഡിയ ഇല്ല നമ്മളിങ്ങനെയൊക്കെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തേക്കണ കാര്യം. അങ്ങനെ ദേ ഡ്രസ്സ് കൊടുത്തു. ആൾക്ക് നല്ല സന്തോഷം കേട്ടോ. ആ സന്തോഷത്തിൻ്റെ ചിരിയാണ് മുഖത്ത് കാണുന്നത് നിങ്ങൾ. ഒരു ബ്ലൂ ഷർട്ടും ലിനൻ പാൻസുമാണ് നമ്മൾ മേടിച്ചത്. ആ ഡ്രസ്സ് തന്നെ ഇട്ട് കാണിച്ചു തരുവാണ് കേട്ടോ. ഷർട്ട് സൈസ് എല്ലാം കറക്റ്റായിരുന്നു. ഇത് ഒന്നും ചെയ്യാനില്ല. പിന്നെ മിഷേലിനെ വെച്ചിട്ട് കുറച്ച് നേരം കളിപ്പിച്ചു, ഡാൻസൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ കിടന്നുറങ്ങി. ഇത് ഡേ 2 ആണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി രാവിലെ തന്നെ ഇറങ്ങിയതാണ്. നല്ല ലാവിഷ് ഫുഡായിരുന്നു. ഒത്തിരി ഫുഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഓട്സ്, കോൺഫ്ലേക്സ്, പിന്നെ ബേക്ക്ഡ് ബീൻസ്, ഹാം, പിന്നെ ഡെസേർട്ട്, പലതരം ഡെസേർട്ടുകൾ ഉണ്ടായിരുന്നു. കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഫ്ലേവേർഡ് യോഗേർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, ഓംലെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പലതരം ബ്രെഡുകൾ ഉണ്ടായിരുന്നു. ബ്രെഡ് ഇവിടെ മാൾട്ടീസുകാരുടെ ഒരു മെയിൻ ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ കുറേ ബ്രെഡുകൾ ഉണ്ടായിരുന്നു. മിഷേലിന് ഫുഡ് ഒട്ടും ഓക്കെ ആവണ്ടായിരുന്നില്ല. ആളൊരു റൈസിൻ്റെ ബിഗ് ഫാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് റൈസ് കിട്ടാൻ യാതൊരു ഓപ്ഷനില്ല. അപ്പം എഗ്ഗ് കുറച്ച് കഴിച്ചു, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ ഒരു പ്രൈവറ്റ് പൂളുണ്ട്, അങ്ങോട്ടേക്ക് പോയി. പക്ഷേ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വെള്ളം തണുപ്പായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഉള്ളിലൊരു ഹീറ്റഡ് പൂളുണ്ട്, അവിടെ പോകാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ ചെറിയ വാം വാട്ടർ ആയിരുന്നു. അങ്ങനെ ജോവും മിഷേലും ഇറങ്ങി, ഞാൻ ഇറങ്ങിയില്ലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും റൂമിൽ പോയി ഒന്ന് ചെറുതായിട്ട് ഉറങ്ങി. ഇത് 2ാമത്തെ ദിവസമാണ്. നമ്മൾ തൊട്ടടുത്തുള്ള ബീച്ചിലൊക്കെ പോയി ഒന്ന് കളിപ്പിച്ചാണ്. അത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ഹാവ് എ ഗുഡ് ഡേ നിങ്ങളെല്ലാവരും.